ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഓഫീസൊക്കെ കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വിചാരിച്ചു പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാം, ഇന്ത്യൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു രസം എന്ന് പറഞ്ഞ് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് റോഡിൽ. ഈ റെസ്റ്റോറൻറ്റ് സിറ്റി സെൻറ്ററിലാണ്, ശരിക്കും മാർക്കറ്റ് പ്ലേസിലാണ്. അതുകൊണ്ട് അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് ദൂരെ മാറ്റി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയത്. ഒരു 1-2 കിലോമീറ്റർ നടക്കാനുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ ഫോൺ വിളിച്ച് ടേബിളൊക്കെ റിസർവ് ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ വൈകിട്ട് 6:30-ത്തേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏത് പേരിലാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ശരി ചേട്ടാ എന്നാൽ 6:30-ക്ക് കാണാമെന്ന്. നമ്മൾ സാധാരണ പറയും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളിയെങ്കിലും കാണാൻ പറ്റുമെന്ന്. പണ്ടൊക്കെ ജർമ്മനിയിൽ ഒരു ഇന്ത്യക്കാരനെ കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പം പുറത്തോട്ടെന്ന് ഇറങ്ങിയാൽ ഒരു 5-6 മലയാളികളെയെങ്കിലും കാണും. കുറച്ച് മലയാളികളെ കാണുമ്പോൾ എന്തൊരാശ്വാസമാണെന്നോ. ഇതിൻ്റെ പേര് ഷ്ലോസ് സ്ട്രാൻഡ് 2024 എന്നാണ്. ഷ്ലോസ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ കാസിൽ ബീച്ച് എന്നാണ് അർത്ഥം. ഒരു ബീച്ചിൻ്റെ ആംബിയൻസ് ഒക്കെ അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ യെല്ലോ ബോർഡിൽ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണവും ഡ്രിങ്ക്സും ഒന്നും വാങ്ങിച്ചുകൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. പട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അതിന് തൊടലിടണം. അങ്ങനെ കുറച്ച് നിബന്ധനകൾ. പിന്നെ ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ ഏത് സമയത്ത് തുറക്കും അടയ്ക്കും എന്നൊക്കെയുള്ള ടൈമിങ്ങും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാണ്. ഫ്രൈഡേ ഈവനിങ് നല്ല ഡാൻസും ഒക്കെ ഉണ്ട്. ഈ രസം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് 2-3 മാസമായി. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു പുതിയ മലയാളി ഷെഫ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ നല്ല പൊറോട്ടയും ബീഫും അങ്ങനെയൊക്കെയുള്ള സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. നല്ല മസാല ദോശയൊക്കെ ഉണ്ട്. ഒരു പൊറോട്ടയൊക്കെ തിന്നാനൊരു ആഗ്രഹം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ രസം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. നമുക്കുള്ളിലേക്ക് പോയി നോക്കാം. ഇന്ന് നല്ല വെതറായതുകൊണ്ട് ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു ആംബിയൻസും ഉണ്ട്. നല്ല ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ട് നല്ലതായിട്ടാണ് അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം നല്ല വെതറായതുകൊണ്ട് എല്ലാവരും പുറത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും ഇന്ന് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരു ചിക്കൻ മഞ്ചൂരിയൻ സ്റ്റാർട്ടർ പറഞ്ഞു. ഇവിടെ മട്ടനും ഉണ്ട്. മട്ടനല്ല, ഇത് ശരിക്കും ലാം ആണ് ഉള്ളത്. പക്ഷെ ഞങ്ങളതൊന്നും പറഞ്ഞില്ല. ഫിഷ്, ബീഫിനകത്തിൽ ഞങ്ങൾ ഒരു ബീഫ് പെപ്പർ ഫ്രൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ബീഫ് പെപ്പർ ഫ്രൈയുടെ കൂടെ 2 പൊറോട്ട വരുമെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ എക്സ്ട്രാ 2 പൊറോട്ടയും കൂടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് പൊറോട്ട കഴിക്കാനാണ് ഇഷ്ടം. എനിക്കെന്തോ പൊറോട്ട കഴിക്കണമെന്ന് തോന്നി. അപ്പം നമ്മുടെ മലബാർ പൊറോട്ട കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മലബാർ പൊറോട്ടയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടർ ചിക്കൻ മഞ്ചൂരിയൻ വന്നു.
കാണാൻ നല്ല രസമുണ്ട്. ഇനി കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. ചിക്കൻ മഞ്ചൂരിയൻ അടിപൊളിയാണ്. ആ സോസും ഒക്കെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തിൽ ഞാൻ അറിയാതെ ഒരു പച്ചമുളക് കടിച്ചു. ആഹാ, നല്ല എരിയുണ്ട്. ഇവിടുത്തെ ജർമ്മൻകാരൊക്കെ ഇത് വാങ്ങിച്ചിട്ട് പച്ചമുളക് കടിച്ചാൽ നല്ല രസമായിരിക്കും. എങ്ങനെയുണ്ട് അച്ഛാ? ചിക്കൻ മഞ്ചൂരിയൻ സൂപ്പറാണോ? എരിച്ചോ? നല്ല എരിയുണ്ടോ? സൂപ്പർ എരിയാണ്. അങ്ങനെ നമ്മുടെ പൊറോട്ട എത്തി. ബീഫ് പെപ്പർ ഫ്രൈയും എത്തിയിരിക്കുകയാണ്. വാഴയിലയിലാണ് പെപ്പർ ഫ്രൈ ഒക്കെ വെച്ചിരിക്കുന്നത്. പ്ലേറ്റ് ആണെങ്കിലും നല്ല വാഴയില പോലെ തന്നെയുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളിനി കഴിക്കാൻ തുടങ്ങട്ടെ. നമുക്ക് പൊറോട്ട എടുത്ത് ഒരു കഷ്ണം ബീഫൊക്കെ വെച്ചിട്ട് തിന്നോളാം. നല്ല ബീഫ് നല്ല സോഫ്റ്റാണ്. പൊറോട്ട അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് പൊറോട്ട. നല്ലതായിട്ട് ഇപ്പം തന്നെ ഫ്രഷായിട്ട് ചുട്ടുകൊണ്ട് വന്നു. അടിപൊളി. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ബാക്കി 2 പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറൊക്കെ നിറഞ്ഞു. അത് ഇപ്പം ചൂടും കൂടെ ആയതുകൊണ്ട് അധികം കഴിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ബാക്കി വന്ന പൊറോട്ടയും ബീഫും ഒക്കെ ഞങ്ങൾ പാഴ്സൽ വാങ്ങി. എല്ലാം പാഴ്സലാക്കി കൊണ്ടുവന്നു. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്.